ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചപ്പാത്തി, നാൻ, ഗീ റൈസ് എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ്ക്ക് പകരം ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് പട്ട, 2 ഏലക്ക, ഒരു 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഏകദേശം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ്, 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം. എന്നിട്ട് തക്കാളി നന്നായിട്ട് ഉടയുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മസാലയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 450 ഗ്രാം ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ എല്ലോടുകൂടി വേണമെങ്കിലും ചേർക്കാം, പക്ഷെ കുറച്ച് കൂടുതൽ കുക്കിംഗ് ടൈം വേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ. ഹൈ ഫ്ലെയിമിലിട്ട് ചിക്കൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ കോട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ഒരു സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ തീയിലിട്ടിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് ഒരു 8 to 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 8-10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഒന്ന് മൂടി തുറന്ന് നോക്കാം. ഇതിലുള്ള ചിക്കനൊക്കെ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലോ അല്ലെങ്കിൽ കുറവോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഇതൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി ഒന്ന് തുറന്നു നോക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം കസൂരി മേത്തി ഇതുപോലെ കയ്യിലെടുത്തിട്ടൊന്ന് ഞരടിയിട്ടിട്ട് കൊടുക്കാം. കസൂരി മേത്തി ഇല്ലെങ്കിൽ ഉലുവ വറുത്ത് പൊടിച്ച് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറി ചെറുതായിട്ട് തിള പൊട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാം. നാനിനും ചപ്പാത്തിക്കും ഗീ റൈസിനും എല്ലാം പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.